ഞങ്ങൾ യോഗം ചേർന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ തന്നെയാണ്. അല്ല, വരാൻ പോകുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യും, കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. വരുന്നത് പരിശുദ്ധ റംസാനാണ്. മുസ്ലിം ലീഗിൻ്റെ താഴെ ഘടകം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന സമയമാണ്. അത് കുറച്ചുകൂടി ഊർജിതമാക്കാനുള്ള തീരുമാനങ്ങൾ നടപ്പാവും. പിന്നെ ഞങ്ങളുടെ ഡൽഹി ഓഫീസിൻ്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ടത്. അല്ല, UDF സംവിധാനം വളരെ ശക്തമായി പോകണം എന്ന് തന്നെയാണ് എല്ലാ കാലത്തും പാർട്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ലീഗിൻ്റെ അഭിപ്രായം. ഇപ്പോൾ ശക്തി കുറവുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പാർട്ടി ചെയ്യും. അല്ല, അതിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ UDFിലെ നേതാക്കന്മാരും ഘടകകക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്. വിഷയങ്ങളൊക്കെ ചർച്ചയാകും. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ അത് ചർച്ചയ്ക്ക് വരുമോ? അതൊക്കെ പാർട്ടിയെ ഈ യോഗത്തിൽ അത് അജണ്ടയിലില്ല, ചർച്ച ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെയാണെന്ന് ചർച്ച ചെയ്യുക. അംഗങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വരും. എല്ലാ UDF ഘടകകക്ഷികളും ഉഷാറാകണമെന്ന അഭിപ്രായം ലീഗിനുണ്ട്.